ഈ വർഷത്തെ കാറ്റും മഴയും ഈ വീട് താങ്ങില്ല എന്നുള്ളത് കൊണ്ട് ഞങ്ങൾ തന്നെ വീട് പൊളിച്ചതാണ്. കാരണം നമ്മളെല്ലാവരും ഉറങ്ങിക്കിടക്കുന്ന സമയത്ത് രാത്രി എങ്ങാനും വീണ് കഴിഞ്ഞ് വെച്ചാൽ എണീറ്റ് പെട്ടെന്ന് ഓടി വെളിയിൽ പോകാൻ പറ്റില്ല. അച്ഛന് സുഖമില്ലാതെ കിടപ്പിലായതുകൊണ്ട് പ്രത്യേകിച്ചും. അപ്പം അതുകൊണ്ട് റിസ്ക് എടുക്കാൻ പറ്റാത്തതുകൊണ്ട് ഞങ്ങൾ തന്നെ വീട് പൊളിച്ച് മാറ്റി. ഫാമിലി വ്ലോഗ്സിൻ്റെ പുതിയൊരു വീഡിയോയിലോട്ട് എല്ലാവർക്കും സ്വാഗതം. ഒരു ചെറിയ സങ്കടവും വലിയ സന്തോഷമുള്ളൊരു കാര്യമാണ് ഞങ്ങളിന്ന്. ഈ വർഷത്തെ മഴയും കാറ്റും താങ്ങില്ല എന്നുള്ളത് ഉറപ്പ് കൊണ്ട് ഞങ്ങൾ ഈ വീട് മൊത്തമായിട്ട് പൊളിച്ച് മാറ്റി പുതിയത് കെട്ടാനായിട്ട് തീരുമാനിച്ചു. പക്ഷേ ഞങ്ങളുടെ കയ്യിൽ നമ്മൾ പൈസ എടുത്ത് വെച്ചിട്ടൊന്നുമല്ല, ലോൺ എടുത്തിട്ടാണ് കെട്ടുന്നത്. ഒരിക്കൽ ലൈഫ് മിഷനിൽ പേരൊക്കെ വന്നതായിരുന്നു, പക്ഷേ ക്യാൻസലായി പോയെന്നാണ് പറഞ്ഞത്. അപ്പോൾ എന്തായാലും ഇനി ഈ വീട് നമ്മളിങ്ങനെ വെച്ചുകൊണ്ടിരുന്നതെന്ന് വെച്ചാൽ ഈ വർഷം കൂടെ മഴയത്ത് താങ്ങുന്നു പറയാനും പറ്റില്ല. അതുകൊണ്ടാണ് ഞങ്ങൾ പൊളിച്ച് മാറ്റിയിട്ട് വേറെ വീട് കെട്ടാൻ തീരുമാനിച്ചത്. എന്താ ഇങ്ങനെ ശോകമായിട്ട് നിൽക്കണത്? കുട്ടൂസേ, ഹലോ, നിന്റെ ക്യാപ്പ് കിട്ടിയില്ലേ? ഇല്ലേ? കുട്ടിൻ്റെ കാപ്പും കാണാനില്ല. ഞങ്ങളെല്ലാവരും കൂടെ ഇന്ന് ഞങ്ങളൊരു അമ്പലത്തിൽ പോകണം. അത് തന്നെ കൊണ്ടായിരുന്നു രാവിലെ തന്നെ ഞങ്ങൾ റെഡിയായി നിൽക്കുന്നത്. നമ്മൾ വരുമ്പോഴേക്കും വീട് പൊളിച്ച് മാറ്റുമെന്നാണ് അവർ പറഞ്ഞത്. വീട് മൊത്തമായിട്ട് ഇപ്പോൾ പൊളിക്കില്ല, മേൽപ്പര മാത്രമാണ് ആദ്യം പൊളിക്കുക. സാധനങ്ങളൊക്കെ നമ്മൾ ഓൾറെഡി മാറ്റി വെച്ചിട്ടുണ്ടല്ലോ. ഇനിയിപ്പോൾ മേൽപ്പര മാത്രം പൊളിക്കുന്നതാണ് പറഞ്ഞത്. നന്നായിട്ട് പോയി മൊത്തമായിട്ടും ഒരു തുള്ളി മഴ വെളിയിൽ പോയില്ല. മഴ പെയ്തു കഴിഞ്ഞാൽ ഫുള്ള് അകത്തായിരിക്കും. അത്രയും വീട് നന്നായിട്ട് പഴക്കമായി. നമ്മൾ ഇതിന് മുമ്പ് തന്നെ കഴിഞ്ഞ വർഷം തന്നെ നമ്മളിത് പൊളിച്ചിട്ട് നമ്മൾ വേറെ വീട് കെട്ടണം എന്നൊക്കെ വിചാരിച്ചതായിരുന്നു. പക്ഷേ ഇവർ ലൈഫ് മിഷനിൽ പേര് വന്നതുകൊണ്ടാണ് നമ്മൾ ഇത്രയും നാളും കെട്ടാതെ നമ്മൾ മാറ്റി നിർത്തിയത്. പക്ഷേ ഇനിയും നമ്മൾക്കിത് റിസ്ക് എടുക്കാൻ പറ്റില്ല. കാരണം ചുമരുകൾക്ക് നല്ല ബലമുണ്ട്. വിണ്ടിട്ടുണ്ടെങ്കിലും വലിയ പ്രശ്നം വരില്ല. പക്ഷെ മേൽപ്പര മൊത്തം പോയതാണ്. ആ മേൽപ്പര വീണതിൻ്റെ ഉള്ളിൽ മൊത്തം ചിലപ്പോൾ വീണ എന്ത് ചെയ്യും? സങ്കടം പറയുമ്പോൾ ആരും വിചാരിക്കരുത്. നമ്മൾക്ക് ജനിച്ച് വളർന്ന വീട് ചെറുതാണെങ്കിലും വലുതാണെങ്കിലും നമുക്ക് സ്വർഗമാണല്ലേ അത്. അപ്പോൾ ഞങ്ങളുടെ ഈ വീട് ഇന്നോ നാളെയോ എന്ന് പറഞ്ഞിട്ട് നിൽക്കുന്നത്. ഈ മഴയ്ക്ക് താങ്ങുമോയെന്നറിയില്ല. അതുകൊണ്ട് ഞങ്ങൾ ഇന്ന് ഈ വീട് പൊളിക്കാൻ പോവുകയാണ്. അപ്പോൾ ഞങ്ങൾ ഇന്നലെ രാത്രി അവസാനത്തെ ഉറപ്പ് ഈ വീട്ടിൽ 25 വർഷത്തെ പഴക്കമുണ്ട് ഈ വീട്ടിന്. അപ്പോൾ ഇന്നത്തോടു കൂടി ഈ വീട് പൊളിക്കാൻ പോവാണ്. പക്ഷെ ഇതിന് വലിയൊരു സന്തോഷത്തിന് വേണ്ടിയിട്ടാണ് പൊളിക്കുന്നതെങ്കിലും ഞങ്ങൾക്ക് ഭയങ്കര സങ്കടമുണ്ട്. നമ്മൾ കളിച്ച് വളർന്ന വീട് പൊളിക്കുമ്പോൾ ഇപ്പോൾ ഇങ്ങനെയുള്ള വീട് ഞങ്ങൾ വരുമ്പോഴേക്കും വീടൊക്കെ പൊളിക്കുമോ? അതെ, കണ്ട വീട്ടിൻ്റെ കോലം കണ്ട. ഇനി അടുത്ത പ്രാവശ്യം ഞങ്ങൾ വരുന്ന സമയത്ത് ഈ വീടുണ്ടാവില്ല. ഈ വീട്ടിൻ്റെ അവസ്ഥ കണ്ടിട്ട് ഞങ്ങൾ കഴിഞ്ഞ പ്രാവശ്യം ലൈഫ് മിഷനിൽ ലോൺ എഴുതിയതായിരുന്നു. പക്ഷേ ആ ലോൺ എഴുതിയത് ലിസ്റ്റിലൊക്കെ പേര് വന്നിട്ടുണ്ടായിരുന്നു. അതിനുശേഷം പിന്നീട് എന്ത് സംഭവിച്ചെന്നറിയില്ല. ലിസ്റ്റിൽ നിന്ന് തന്നെ ക്യാൻസലായിന്നാണ് പറഞ്ഞത്. അപ്പം നമ്മൾക്ക് എന്തായാലും ഇനിയിപ്പോൾ ഈ മഴയ്ക്ക് ഈ വീട് നിൽക്കുമോയെന്നറിയില്ല. അതുകൊണ്ട് തന്നെ ഈ വീട് പൊളിച്ചിട്ട് ഇപ്പോൾ നമ്മൾ ഇനി സ്വന്തമായിട്ട് ലോണൊക്കെ എടുത്തിട്ട് വേണം വീട് കെട്ടാൻ. എന്താ പറയുക, സാധാരണ മിഡിൽ ക്ലാസ് ഫാമിലിയാണ്. എന്നാൽ നമുക്ക് ജീവിതകാലം മുഴുവനും ഈ ലോണിൻ്റെ പുറകെ പോകേണ്ടി വരുമെങ്കിലും കാരണം ഈ വർഷം ഈ വീടും ഈ മഴയത്ത് നിൽക്കുമെന്നറിയില്ല. അത്രയും ജീർണിച്ചിരിക്കുകയാണ് വീട്, എല്ലാം പോയിരിക്കുകയാണ്. എന്നാൽ കൂടി ഗവൺമെൻറ് അങ്ങനെയാണ്. ഇത്രയും സാധാരണ വീടുകൾക്ക് വീട് തരില്ല. 25 വർഷത്തെ പഴക്കമുണ്ട്, എന്നിട്ട് വീട് തരില്ല എന്ന് ലിസ്റ്റിൽ വന്നിട്ട് ആ പേര് എങ്ങനെ ക്യാൻസലായെന്ന് ഞങ്ങൾക്ക് അറിയില്ല. നമ്മളുടെ ഈ വീട് പൊളിക്കാൻ പോവാണ്. എനിക്ക് സങ്കടമുണ്ടാ? എനിക്ക് പുതിയ വീട് കാണാൻ ഇഷ്ടമാണ്. അടി കള്ളി. അതല്ല, എന്നാലും പുതിയ വീട് നമ്മൾ കെട്ടുമെങ്കിലും നിനക്ക് ഈ വീട്ടില് സങ്കടം തോന്നുന്നില്ല വീട് പൊളിക്കുമ്പോ? പക്ഷേ എനിക്ക് പുതിയ വീട് കാണണം. ചെറിയ കുട്ടികളെ അങ്ങനെ തന്നെ അല്ലേ? ചേച്ചി ഒന്ന് ഒരു കാര്യം പറഞ്ഞിട്ട് പോവാ. വീട് പൊളിക്കുന്നതിന് സങ്കടത്തിൽ പെട്ടിയും വെക്കുന്നിടത്ത് വിട്ടോളാൻ പറഞ്ഞു. ചേച്ചി നീയാണല്ലോ ഇവിടുത്തെ ചേച്ചി. അപ്പോ കൊറേ ഞങ്ങളെക്കാൾ എക്സ്പീരിയൻസ് ഇല്ലേ എനിക്ക് ഈ വീട്ടില്. എനിക്ക് വീട് പൊളിക്കുന്നതിൽ സങ്കടമില്ലേ? സങ്കടമില്ല. എന്താണ് ഒരൊറ്റടക്ക് ഇങ്ങനെ പറഞ്ഞല്ലോ. സങ്കടമൊക്കെ ചെറിയ അത് എത്ര മാറ്റം നല്ലതല്ലേ.
എപ്പോഴും പഴയ വീട്ടിൽ തന്നെ ഇരിക്കണം. പുതിയ വീട് വരട്ടെ. ഇത്ര പോലും സൗകര്യമില്ലാത്ത, ഒട്ടും താമസിക്കാൻ പറ്റാത്ത എത്രയോ ആളുകളുണ്ട് എന്നറിയാം. എന്നാലും നമ്മളുടെ വീട്ടിൻ്റെ അവസ്ഥ നമ്മൾ പറയുന്നത് എന്താണെന്ന് വെച്ചാൽ, ആരും സഹായിക്കണമെന്നോ അല്ലെങ്കിൽ നമ്മൾക്ക് സഹതാപം തോന്നണോ എന്നൊന്നും വിചാരിച്ചിട്ടല്ലേ നമ്മൾ ഈ വീഡിയോ ചെയ്യുന്നത്. ഒന്ന്, ഈ വീഡിയോ എപ്പോഴും നമുക്ക് കാണാൻ പറ്റുമല്ലോ, പിന്നീട് നമുക്ക് ഇനി ഒരു വീടിൻ്റെ കാര്യം കാണാൻ പറ്റും. രണ്ടാമത്തേത് വന്നിട്ട് നമ്മൾ ശരിക്കും പറഞ്ഞാൽ അന്നന്നാൾ വരുമാനം കൊണ്ട് ജീവിക്കുന്നവരാണ്. അപ്പോൾ നമുക്ക് ലോൺ എടുത്ത് ജീവിതകാലം മുഴുവൻ ആ ലോണിൻ്റെ പുറകെ നമ്മളിപ്പോൾ പലിശ അതൊക്കെ അടച്ചിട്ട് നമ്മൾ ഒരു വീടിന് വേണ്ടിയിട്ട് എന്ന് പറയുമ്പോൾ ഫുൾ അതിന് മാത്രമായിട്ട് ജീവിക്കണം. നല്ല ആരോഗ്യമുള്ള സമയം മുഴുവനും നമ്മൾ ആ ലോണിൻ്റെ പുറകെ നമ്മൾ പോകണം. അപ്പോൾ അതൊക്കെ കൊണ്ട് തന്നെയാണ് നമ്മൾ ഗവൺമെൻറ്റിനെ ആശ്രയിച്ചിട്ട് കിട്ടുമെന്നുള്ള ഒരു പ്രതീക്ഷയിലിരുന്ന്. കൂടാതെ എൻ്റെ അച്ഛന് സ്ട്രോക്ക് വന്നിട്ട് ഫുൾ ആൾ കിടപ്പിലാണ്. ഇപ്പോൾ കുറച്ച് ഇരിക്കും, നമ്മൾ പിടിച്ചു കഴിഞ്ഞാൽ കുറച്ച് നടക്കും, അങ്ങനെയൊക്കെ ഉള്ളൂ. അപ്പോൾ അതിന് തന്നെ നമ്മൾ ഒരുപാട് ട്രീറ്റ്മെൻറ്റിന് പൈസ സിമ്പതിക്ക് വേണ്ടിയിട്ടോ സഹതാപത്തിന് വേണ്ടിയിട്ടോ ചെയ്യുന്നതല്ല ഈ വീഡിയോ. നമുക്ക് ലൈഫ് മിഷനിൽ കിട്ടിയിട്ട് അത് ക്യാൻസലായപ്പോൾ അത് പറഞ്ഞതേ ഉള്ളൂ. ആരും ഒന്നും തെറ്റിദ്ധരിക്കരുത്.